ഇന്ന് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ശ്രീ രമേശ് ചെന്നിത്തല, മുൻ ആഭ്യന്തരമന്ത്രി, MP, MLA, KPCC പ്രസിഡന്റ് എന്നീ നിലകളിലൊക്കെ വിശേഷിപ്പിക്കാവുന്ന ശ്രീ രമേശ് ചെന്നിത്തലയാണ്. ഇപ്പോഴത്തെ ഹരിപ്പാട് കോൺസ്റ്റിറ്റ്യുവൻസിയിലെ MLA-യുമാണ്. ഞാൻ ആ കാര്യത്തെ സംബന്ധിച്ച് പിന്നെ ഒന്ന് രണ്ട് വരി പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ഞാനിപ്പോൾ പറയുന്നില്ല. ഞങ്ങൾക്ക് നേരത്തെ ക്ഷണിച്ചിരുന്ന ആള്, ഉദ്ഘാടകനെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന് വരാൻ സാങ്കേതികമായ കാരണങ്ങളാൽ പറ്റുന്നില്ല എന്നുള്ള മറുപടി കിട്ടി. പക്ഷേ ഈശ്വരാധീനം കൊണ്ടും മന്നത്ത് പത്മനാഭന്റെ അനുഗ്രഹം കൊണ്ടും അതിലുമൊക്കെ അർഹനായ ഒരാള് നമ്മൾ തെരഞ്ഞെടുത്തു. ഇവിടെ ഞാൻ എന്ത് വേണേ സർവീസ് സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ മുഖ്യപ്രഭാഷണം കൊടുത്തു. ആ മുഖ്യപ്രഭാഷണം വെച്ച് നോട്ടീസ് അടിച്ചു കഴിയുമ്പോഴാണ് ഔദ്യോഗിക കാര്യങ്ങൾ സംബന്ധിച്ച് വരാനൊക്കുന്നില്ല. അതിന് പിന്നിലൊക്കെ ഒരുപാട് ചരിത്രമുണ്ട്. അത് നമ്മളിപ്പം വിശകലനം ചെയ്യേണ്ട ചരിത്രമല്ല. അത് ഞങ്ങൾ പറയാതെ തന്നെ പിന്നീട് മനസ്സിലാക്കുമ്പോൾ. പക്ഷേ ഞങ്ങൾ ശ്രീ രമേശ് ചെന്നിത്തലയോട് ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും, കൃതജ്ഞത പറയണമെന്ന് പറഞ്ഞാൽ കൃതജ്ഞത പറയും എന്ന് പറഞ്ഞു. അപ്പം ഈ ഉദ്ഘാടനം ചെയ്യണം എന്ന് പറഞ്ഞു. വളരെ സന്തോഷം. അങ്ങനെ ആ പ്രോഗ്രാം മാറ്റപ്പെട്ടത്. ശ്രീ രമേശ് ചെന്നിത്തലയെ ഉദ്ഘാടകനായി തീരുമാനിച്ചു. നമ്മൾ സർക്കുലറൊക്കെ അയച്ചതേ ഉള്ളൂ. അത് നോട്ടീസ് അടിച്ച് പരസ്യം ചെയ്യാൻ സമയമില്ല. പക്ഷെ ഇത് ഒരു വൻ വിവാദമായി കൊണ്ടുവരാൻ വേണ്ടി ചില ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും ഒക്കെ ദിവസങ്ങളോളം ചർച്ച ചെയ്തു. ഈ നായർ സർവീസ് സൊസൈറ്റിയിൽ ഒരു നായർ വരുന്നതിനേ കുഴപ്പമുള്ളൂ. മറ്റ് ഏത് സംഘടനയിലും ഏത് സമുദായ സംഘടനയിലും ആരെ വിളിക്കുന്നതിലും ഒരു കുഴപ്പമില്ല. ഒരു പത്രക്കാരും ഒരു ദൃശ്യമക്കാരും തിരിഞ്ഞു നോക്കാറില്ല അവരെ. ഉദാഹരണങ്ങൾ പലതുണ്ട്. ഞാനിപ്പോൾ സമയം ദീർഘിപ്പിക്കാത്തത് കൊണ്ട് അത് ഞാനൊന്നും പറയുന്നില്ല. ശ്രീ രമേശ് ചെന്നിത്തലയെ വിളിച്ചത് കോൺഗ്രസ് എന്നുള്ള മുദ്രയിലല്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നായർ സർവീസ് സൊസൈറ്റിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാമോ എന്ന് ഉദ്ദേശിച്ചുമല്ല. അങ്ങനെയുള്ള തെറ്റിദ്ധാരണ അവർക്കുണ്ടായതാണെങ്കിൽ അവരെ തിരുത്തണം. ശ്രീ രമേശ് ചെന്നിത്തല കളിച്ചു നടന്ന കാലം മുതൽ ഈ മണ്ണിന്റെ സന്തതിയാണ്. അവിടെ ഞങ്ങൾ രാഷ്ട്രീയം നോക്കിയില്ല. NSSന്റെ ഒരു പുത്രനാണ്. എനിക്ക് 4 മക്കളുണ്ടെങ്കിൽ 4 മക്കളും 4 രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം വേണമെങ്കിൽ സർവീസ് സൊസൈറ്റി കൊടുത്തിട്ടുണ്ടോ? പക്ഷേ അത് ആ കുടുംബത്തെ ബാധിക്കാൻ പാടില്ല. അത് നായർക്ക് മാത്രം ഇത് ബാധകമാണെന്നാണ് ചിലരുടെ കൽപ്പന. വേറൊരു പുത്രൻ അപ്പുറത്തിരിപ്പുണ്ട്. കമ്മ്യൂണിസ്റ്റ് ശൈലിയിൽ ഇരിക്കുന്ന ആളാണ് ഗണേഷ് കുമാർ. ഒരേ വേദിയിലല്ലേ ഇരിക്കുന്നത്. ഗണേശന്റെ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ജാതിയുടെ പേര് പറഞ്ഞ ഇടപെടുന്നുണ്ടോ? അതുപോലെ തന്നെ നമ്മുടെ ഗണേഷ് കുമാറും
അവർക്ക് അവരുടെ രാഷ്ട്രീയമുണ്ട്, അത് നടത്താനുള്ള അവകാശം സർവീസ് സൊസൈറ്റി കൊടുത്തിട്ടുണ്ട്. അവർക്ക് മാത്രമല്ല, എല്ലാ നായന്മാർക്കും അവർക്കിഷ്ടമുള്ള രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ ഉള്ള അനുവാദം കൊടുത്തിട്ടുണ്ട്. ആ അനുവാദം അവർക്ക് ഉപയോഗിക്കാം. അവരുടെ കുടുംബം മറക്കരുതെന്ന് മാത്രമേ നമ്മൾക്ക് ആഗ്രഹമുള്ളൂ. അവർ കുടുംബം മറക്കാത്തവരായതുകൊണ്ടാണ് അവരെ ആ രീതിയിൽ ഞങ്ങൾ ഉൾക്കൊള്ളുന്നത്. രമേശ് ചെന്നിത്തല ഈ സംഘടനയിലെ ഒരാള് എന്നുള്ള നിലയിൽ ഒരു തരത്തിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലല്ല, ജന്മസ്ഥാനത്ത് നിന്നുകൊണ്ട് ആലോചിക്കുമ്പോൾ അതല്ലെന്ന് പറയാൻ ഒക്കുമോ? അങ്ങനെയാണ് അദ്ദേഹം ഈ ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ടുള്ളത്.